താജാലുവ ഞാൻ സ്വായിൽ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചോദിക്കുകയാണ്. അതായത് ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണം, അതിൻ്റെ പ്രത്യാക്രമണ സാധ്യത മാറ്റിയെടുത്താം. അമേരിക്കയുമായിട്ടൊരു പരിധി കവിഞ്ഞ തർക്കത്തിലേക്ക് പോകാൻ കഴിയാത്ത ഈ ഡൈനാസ്റ്റി രാജ്യങ്ങളുടെ പരിമിതികളെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നോക്കൂ, ഇന്നലെ ഖത്തറിനെ പോലെ വളരെ സുരക്ഷിത സ്വഭാവമുള്ള ഒരു രാജ്യത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണം, ഈ ഫലസ്തീൻ കോസ് എന്ന് പറഞ്ഞ സംഗതി, ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന ആശയം, ഇത് രണ്ടിനെയും വീണ്ടും അറബ് സ്ട്രീറ്റിൽ ആകമാനം ജ്വലിപ്പിക്കുന്നതിൽ ഒരു നിർണായകമായ പങ്കാളിത്തം വഹിക്കും എന്ന് തോന്നുന്നുണ്ടോ? ആ നിലയ്ക്ക് ഇസ്രായേലിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നിഷാദ്, അറബ് സ്ട്രീറ്റ്, പ്രത്യേകിച്ച് അറബ് ജനത ഈ വിഷയത്തിലൊക്കെ വളരെ അസ്വസ്ഥരാണ്. വളരെ കടുത്ത പ്രതിഷേധവും ശക്തമായ അമർഷവും ഉള്ള ഒരു വിഭാഗമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് നേരത്തെ തന്നെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഈ ഭരണകൂടങ്ങളുടെ ഇതിനോടുള്ള സമീപനമാണ്. ഇപ്പോൾ ഇത്രയും ഒരു വളരെ പരമാധികാരമുള്ള ഒരു സുപ്രീം സോവറിനിറ്റി ഉള്ള ഒരു രാജ്യത്തിന് ഇത്രയും നഗ്നമായ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും, അതുപോലെ തന്നെ അന്താരാഷ്ട്ര മര്യാദകളൊക്കെ മാറ്റിവെക്കാം, ബേസിക്കലി ഒരു ഉഭയകക്ഷി മര്യാദ ഉണ്ടല്ലോ, അതുപോലും ലംഘിച്ചുകൊണ്ട് ഇത്രയും പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെ അതിന്റെ അതും ഇസ്രായേലുമായി തന്നെ ഒരു കരാറിലെത്താൻ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഡെലിഗേഷനെ വധിക്കാൻ മുതിരുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മൂല്യങ്ങളുമില്ലാത്ത, ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാത്ത ഒരു കൂട്ടർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പല തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നിരീക്ഷകരിൽ നിന്നൊക്കെ കേൾക്കുന്നു. അതായത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തും പിടിച്ചു നിൽക്കുക എന്ന ആ ഒരൊറ്റ പോളിസിയിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നലെ നടന്ന പല ആക്രമണങ്ങൾ, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് സഹിക്കേണ്ടി വന്നു. അത് ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലാണ് നെതന്യാഹു ഭരണകൂടത്തെ എത്തിച്ചിട്ടുള്ളത്. സെറ്റിലേഴ്സിന് നേരെ ജെറുസലേമിൽ, കിഴക്കൻ ജെറുസലേമിൽ നടന്ന ആക്രമണം ഉൾപ്പെടെ ബെയ്ത്ത് ഹാനൂനിലും ജബാലിയയിലും ഒക്കെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതുപോലെ ഹൂത്തികളുടെ നിരന്തരമായിട്ടുള്ള മിസൈൽ ആക്രമണവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ഇപ്പൊ ഇന്നലെ തന്നെ നെതന്യാഹുവിന്റെ ആ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ഞങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു എന്നാണ്. പക്ഷെ ലോകത്തെ ഞെട്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിലെ ജനതയെ പോലും ഞെട്ടിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പോലും അവരുടെ പൂർണ്ണമായ ഒരു പിന്തുണ പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് ഉള്ള ചില പ്രസ്താവനകൾ കണ്ടു നമ്മളിപ്പോ. ഇസ്രായേലി പ്രതിപക്ഷം തുടക്കത്തിൽ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്തു, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രതികരണങ്ങൾ മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ ഒരു രൂപത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ മുന്നിൽ ഇത്രത്തോളം ഐസൊലേറ്റ് ചെയ്യപ്പെട്ട, ലോക പൊതുജനാഭിപ്രായത്തിൽ ഇത്രയധികം ഇടിവുണ്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇത്രയും ഭ്രാന്തമായിട്ടുള്ള, അപരിഷ്കൃതമായിട്ടുള്ള കാടൻ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ കാടൻ നയങ്ങൾ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത്, കാട്ടിൽ പോലും ഇങ്ങനത്തെ ഒരു നീതി നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തരം ചില ഇത്തരത്തിലുള്ള ഇടപാടുകൾ നമുക്ക് കാണുക സാധ്യമേ അല്ല, ഇടപെടലുകൾ. അപ്പൊ ഇത് എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനെയും ഇസ്രായേലി ഭരണകൂടത്തെയും അതിന്റെ നയങ്ങളെയും ഒക്കെ ഒറ്റപ്പെടുത്തുകയും, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇതുവരെ അനുഭവിച്ചു പോന്നിട്ടുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോഴുള്ള ഒരുപാട് പ്രിവിലേജുകൾ ആ രാജ്യം അനുഭവിച്ചു പോന്നിരുന്നു. അമേരിക്കയുടെ പക്ഷത്തു നിന്ന് പോലും ഇപ്പോ ട്രംപ് ഭരണകൂടം പോലും പറഞ്ഞു ഇത് ഇസ്രായേലിന്റെ മാത്രം ഒരു നടപടിയാണ്, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പങ്കുമില്ല. പക്ഷെ അത് ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ട്രംപിന്റെ ഒരു നടപടി വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ഇസ്രായേല്, പ്രത്യേകിച്ച് നെതന്യാഹു ഈ ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ ഒരു ആശീർവാദമില്ലാതെ ഇത്തരം ഒരു ആക്രമണത്തിന് മുതിരില്ല. അപ്പോ ഇത് നമ്മൾ അറബ് ജനതയുടെ, തങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ അതാണ് അതിനകത്തേക്കാണ് ഞാൻ വരുന്നത്. അതായത് അറബ് ജനതയ്ക്ക് ഇതിന്റെ അകത്തൊക്കെ അതിശക്തമായ രോഷമുണ്ട്. ഈവൻ ഭരണകൂടങ്ങൾ വരെ ഈ ഒരർത്ഥത്തിൽ അസഹ്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോ കഴിഞ്ഞുകൂടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രതികരിക്കുമെന്ന അതായത് ഇത്തരം എല്ലാ, സിറിയയിലാകട്ടെ, ലബനാനിലാകട്ടെ, അതുപോലെ ഇറാഖിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാകട്ടെ, യമനിലാകട്ടെ, ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഹമാസിനോട് എതിർപ്പുള്ള ഭരണകൂടങ്ങളും രാജ്യങ്ങളും പോലും ഈ ഇസ്രായേലിന്റെ ഇത്തരം നയങ്ങളെ എതിർക്കുന്നു. കാരണം ഇത് അന്തിമമായി ഒരു വിശാല ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് വരെ കടന്നു കയറാനുള്ള
ഏത് രാജ്യത്തും എപ്പോഴും ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്.